ഹലോ, അപ്പം നമ്മൾ മുരുടേശ്വറിലോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന്, അതായത് കാസർഗോഡ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 hours ട്രാവലേ ഉള്ളൂ. ഞങ്ങളതുകൊണ്ട് കാറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പുറത്ത് ഭയങ്കര വെയിലാണ്, നല്ല ചൂടുമുണ്ട്. അകത്തോട്ട് വെയിലടിക്കുന്നതുകൊണ്ട് കാറിൻ്റെ അകത്തും ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ അതേ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജഗോപുരത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്റ്റ് പണിതതാണ് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. താളുവിനെ കൊണ്ട് ഞാൻ എൻ്റെ 1-2 വീഡിയോസും ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര വെയിലും ചൂടുമായിരുന്നു. ഇത് ഭയങ്കര വലുതാട്ടോ. ഏകദേശം ഒരു 19-20 ഫ്ലോർ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ സാരിയുടെ തുമ്പ് തലയിലിട്ടാണ് കേട്ടോ നടന്നിരുന്നത്. ടാൻ അടിച്ചൊരു പരുവമായി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെന്തായാലും അമ്പലത്തിലോട്ട് വന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കേവ് ഉണ്ട്. അപ്പോൾ കേവിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ശിവൻ്റെയും പാർവതിയുടെയും ഗണപതിയുടെയും ശ്രീരാമൻ്റെയും ഒക്കെ കുറേ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ രാജഗോപുരത്തിൻ്റെ ലിഫ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ മേളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കാണുന്ന വ്യൂ ആട്ടോ ഇത്. അവിടെ ബീച്ചിൻ്റെയും ഏകദേശം കർണാടകയുടെ ഒരു ഭാഗം തന്നെ നമുക്ക് മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ശിവൻ്റെ വലിയ സ്റ്റാച്ചു. അപ്പോൾ അതും അതിൻ്റെ സൈഡിലുള്ള ബീച്ചും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഭയങ്കര ടയർഡ്.